ഹായ് ഓൾ, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാക്രോ പ്രോസസ്സർ അൽഗോരിതം ആണ്. ഇതിൽ 5 പ്രൊസീജിയേഴ്സ് പറയുന്നുണ്ട്. ഓരോന്നും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം പഠിച്ചു തുടങ്ങിയാൽ മതി. ഫസ്റ്റ് ഓരോന്നും നോക്കാം. ഫസ്റ്റ് വൺ ഡിഫൈൻ. എളുപ്പമുള്ള കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കിയതിന് ശേഷം ഓരോ പ്രൊസീജിയർ നോക്കിയാൽ. ഫസ്റ്റ് വൺ ഡിഫൈൻ നോക്കാം. ഡിഫൈൻ എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയി കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ഡിഫൈൻ എന്താണ്? നമ്മളുടെ ഡെഫ് ടാബിലേക്ക് ഓരോ മാക്രോയെയും എടുത്തു വെക്കും എന്ന്, മാക്രോ ഡെഫിനിഷനും എടുത്തു വെക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ആ പ്രോസസ്സാണ് ഈ ഡിഫൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിഫൈൻ എന്ന പ്രൊസീജിയറിൽ ചെയ്യുന്നത്. ആദ്യം എൻ്റർ മാക്രോ നെയിം ഇൻറ്റു നാം ടാബ്. ആദ്യം ഒരു മാക്രോ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഡെഫ് ടാബിലേക്ക് വെക്കുമ്പോൾ ആ മാക്രോയുടെ പേരെടുത്ത് നാം ടാബിൽ വെക്കണം. പിന്നെ ഡെഫ് ടാബിലേക്ക് ഡെഫിനിഷൻ വെക്കണം. ബിഗിനിങ്ങിലേക്കും എൻഡിലേക്കും എന്ത് വേണം? ഓരോ പോയിന്റേഴ്സും, ബിഗിനിങ്ങിലേക്ക് ഒരു പോയിന്റർ, എൻഡിലേക്ക് ഒരു പോയിന്റർ. ഇത്രയും കാര്യങ്ങളാണ് ഡിഫൈൻ ചെയ്യുമ്പോൾ വേണ്ടത്. ആദ്യം എന്ത് ചെയ്യുക? എൻ്റർ മാക്രോ നെയിം ഇൻറ്റു നാം ടാബ്. നാം ടാബിലേക്ക് മാക്രോയുടെ പേരെടുത്ത് വെക്കുക. എൻ്റർ മാക്രോ പ്രോട്ടോടൈപ്പ് ഇൻറ്റു ഡെഫ് ടാബ്. പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ ആ മേളിൽ അറ്റത്തെ ലൈൻ ഉണ്ടായിരുന്നല്ലോ, ഫസ്റ്റ് ലൈൻ. മാക്രോയുടെ പേര് പിന്നെ പാരാമീറ്റേഴ്സ് അതിനെടുത്ത് ഡെഫ് ടാബിൽ ഫസ്റ്റ് ലൈനായിട്ട് എടുത്ത് വെക്കുക. അതിനുശേഷം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേരിയബിൾ ആണ് ലെവൽ. ലെവൽ ഈക്വൽ ടു 1 എന്ന് കൊടുക്കുക. അതിനുശേഷം ലെവൽ ഗ്രേറ്റർ ദാൻ 0 ആകുന്നത് വരെ ഓരോ ലൈനിനെയും എടുക്കുക. ഈ ഗെറ്റ് ലൈൻ എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വിചാരിച്ചാൽ മതി. ആ ഗെറ്റ് ലൈൻ എന്ന പ്രൊസീജിയർ എന്താണെന്ന് നെക്സ്റ്റ് പറയും. അവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഓരോ ലൈനിനെയും എന്ത് ചെയ്യുക? ഇപ്പം ഫസ്റ്റ് മാക്രോ ഡെഫിനിഷന്റെ ഓരോ ലൈനിനെയും നമ്മൾ ഫെച്ച് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം ഓരോ ലൈനിനെ വീതം എടുക്കുക. ഇഫ് ദിസ് ഇസ് നോട്ട് എ കമന്റ് ലൈൻ അല്ല എന്നുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് പൊസിഷണൽ നൊട്ടേഷൻ ഫോർ പാരാമീറ്റേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഡെഫ് ടാബിൽ വെക്കുമ്പോൾ ആ ലൈൻസ് അതുപോലെ എടുത്തല്ല, അവിടെ ഏതെങ്കിലും ആർഗ്യുമെന്റ്സിനെ നമ്മൾ വരുന്ന ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്ന പോർഷൻസ് ഉണ്ടെങ്കിൽ അവയുടെ പൊസിഷണൽ നൊട്ടേഷൻസ് ആയിരുന്നു വെക്കുന്നത്, റീപ്ലേസ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയുള്ളപ്പോൾ എന്താ ചെയ്യേണ്ടത്? എവിടെയെങ്കിലും പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവയുടെ പൊസിഷണൽ നൊട്ടേഷൻ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മനസ്സിലായോ? അതിനുശേഷം എന്ത് ചെയ്യുക? ആ ലൈനിനെ ഡെഫ് ടാബിലേക്ക് ഇടുക. ആ ലൈനിനെ എടുത്ത് അതിനകത്ത് പാരാമീറ്ററിന്റെ സ്ഥലം ഉണ്ടെങ്കിൽ പൊസിഷണൽ നൊട്ടേഷൻ കൊടുത്ത് ഡെഫ് ടാബിലേക്ക് വെക്കുക. ഇനി ഇതിനകത്തെ ഒരു കാര്യം പറയുന്നത്, ഇഫ് ഓപ്കോഡ് ഈക്വൽ ടു മാക്രോ ആണെങ്കിൽ എന്താ അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത്? ഒരു മാക്രോയ്ക്കകത്ത് വേറൊരു മാക്രോയെ ഡിഫൈൻ ചെയ്യുന്ന കേസാണ് ഉദ്ദേശിക്കുന്നത്. ഇഫ് ഓപ്കോഡ് ഈക്വൽ ടു വീണ്ടും മാക്രോ എന്ന് വന്നാൽ ഇതിനകത്ത് വീണ്ടും ഒരു മാക്രോയെ എന്ത് ചെയ്യുകയാണ്? ഡിഫൈൻ ചെയ്യുകയാണ്. അപ്പോൾ അതിനെയും നമ്മൾ എന്ത് ചെയ്യണം? ഡെഫ് ടാബിലേക്ക് എടുത്തു വെക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ലെവൽ എന്ന് പറയുന്നത് ലെവൽ +1 എന്നാക്കി കൊടുത്തു. അങ്ങനെയല്ല, ഓപ്കോഡ് ഈക്വൽ ടു എംഎൻഡ് ആണെങ്കിൽ, എംഎൻഡ് എപ്പോഴാണ് വരുന്നത്? ഒരു മാക്രോയുടെ അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് എംഎൻഡ്. അങ്ങനെയാണെങ്കിൽ ലെവൽ ഒന്ന് കുറയ്ക്കുക. അപ്പം ഒറ്റ മാക്രോയെ ഉണ്ടായിരുന്നുള്ളൂ, ലെവൽ ഈക്വൽ ടു 1 ആയിരുന്നു, എംഎൻഡ് കണ്ടു. അപ്പോൾ എന്താകും? ലെവല് 0 ആകും. ലെവല് 0 ആകുന്നിടം വരെ ചെയ്യാനല്ലേ പറഞ്ഞത്. അപ്പം ഈ ലൂപ്പിൽ നിന്നും എക്സിറ്റ് ആകും. പിന്നെ എന്ത് ചെയ്യുക? സ്റ്റോർ ഇൻ നാം ടാബ് പോയിന്റേഴ്സ് ടു ദ ബിഗിനിങ് ആൻഡ് എൻഡ് ഓഫ് ഡെഫിനിഷൻ. ഡെഫിനിഷന്റെ ബിഗിനിങ്ങിലേക്കും എൻഡിലേക്കും നാം ടാബ് പോയിന്റേഴ്സിനെ പോയിന്റ് ചെയ്ത് വെക്കാൻ പറഞ്ഞു. ഒന്നുകൂടെ പറയണം, ഡിഫൈൻ എന്ന് പറയുന്ന പ്രൊസീജിയർ ആദ്യം പ്രൊസീജിയറിൽ മാക്രോയുടെ പേരെടുത്ത് നാം ടാബിൽ വെക്കുക. അതിനുശേഷം മാക്രോയുടെ പ്രോട്ടോടൈപ്പ് എടുത്ത് ഡെഫ് ടാബിലേക്ക് വെക്കുക. ലെവൽ എന്ന് പറയുന്നത് 1 ആക്കി കൊടുക്കുക. ലെവൽ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ താഴേക്ക് പറയുന്ന ഓരോ പ്രോസസ്സും ചെയ്യുക. ആദ്യം എന്ത് ചെയ്യുക? ഗെറ്റ് ലൈൻ, ഒരു ലൈനിനെ നമ്മൾ റീഡ് ചെയ്യുന്നു. അതിന് തൊട്ട് താഴെയുള്ള ലൈനിനെ റീഡ് ചെയ്യുന്നു. റീഡ് ചെയ്തിട്ട് എവിടെ നിന്ന് റീഡ് ചെയ്യുന്നു, എങ്ങനെ റീഡ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് ആ ഗെറ്റ് ലൈൻ പ്രൊസീജിയർ പറയുമ്പോൾ കൂടുതൽ മനസ്സിലാവും. റീഡ് ചെയ്തിട്ട് കമന്റ് ലൈൻ അല്ല എന്നുണ്ടെങ്കിൽ ആ ലൈനിൽ എവിടെയെങ്കിലും പാരാമീറ്റേഴ്സിന്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് വിത്ത് ദ പൊസിഷണൽ നൊട്ടേഷൻ. അതിനുശേഷം ആ ലൈനിനെ എടുത്ത് ഡെഫ് ടാബിലേക്ക് വെക്കുക. അതിനുശേഷം വീണ്ടും ഒരു മാക്രോ എന്നാണ് ആ ഓപ്കോഡിന്റെ പോർഷനിലുള്ളതെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? വീണ്ടും ഒരു മാക്രോയെ ഡിഫൈൻ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ലെവൽ ഈക്വൽ ടു ലെവൽ +1. അങ്ങനെയല്ല, ഓപ്കോഡ് ഈക്വൽ ടു എംഎൻഡ് എന്നാണെങ്കിൽ ആ മാക്രോ ഡെഫിനിഷൻ തീർന്നതാണ്.
എമെന്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എഴുതുന്ന അസംബ്ലർ ഡയറക്റ്റീവ് ആണ്. എങ്കിൽ പിന്നെ ലെവൽ എന്ന് പറയുന്നത് എന്താക്കുക, ലെവൽ -1 ആക്കുക. ഇങ്ങനെ ലെവൽ >0 ആകുന്നിടം വരെയാണല്ലോ ചെയ്യേണ്ടത്. ലെവൽ എപ്പോഴാണോ 0 ആകുന്നത് എന്തായി, ആവശ്യത്തിനുള്ള മാക്രോയെ എല്ലാം മാക്രോയുടെ ലൈൻസ് എല്ലാം ഡെഫ് ടാബിലേക്ക് എഴുതി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക, ബിഗിനിങ് ആൻഡ് എൻഡ് പോയിന്റേഴ്സ് ഉണ്ടല്ലോ, അതെടുത്ത് മാക്രോയുടെ ഡെഫ് ടാബിന്റെ ബിഗിനിങ്ങിലേക്ക്, ഡെഫ് ടാബിൽ ഈ മാക്രോയെ ഡിഫൈൻ ചെയ്തതിന്റെ ബിഗിനിങ്ങിലേക്കും എൻഡിലേക്കും പോയിന്റ് ചെയ്യുക. അതാണ് ഡിഫൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇനി നമുക്ക് ബാക്കി ഓരോന്നും നോക്കാം. നെക്സ്റ്റ് ഇത് നമ്മുടെ മെയിൻ പ്രൊസീജിയറാണ് ബിഗിൻ ചെയ്യുക. എക്സ്പാൻഡിങ് ഈക്വൽ ടു ഫോൾസ് എന്ന് കൊടുത്തു. എക്സ്പാൻഡിങ് എന്ന് പറഞ്ഞാൽ അത് എന്തിനു വേണ്ടിയിട്ടാണെങ്കിൽ മാക്രോ ഇൻവോക്കേഷൻ ആണോ എന്നറിയാൻ. ഇപ്പൊ ഇൻവോക്കേഷൻ ഒന്നുമല്ല, നമ്മൾ തുടങ്ങുന്നതേ ഉള്ളൂ. എന്ത് ചെയ്യുക, ഒപ്കോഡ് എൻഡ് ആകുന്നിടം വരെ. ഒപ്കോഡ് എൻഡ് ആകുന്ന എങ്ങനെ, ഇതൊരു മെയിൻ പ്രോഗ്രാം ആണെങ്കിൽ ഒപ്കോഡ് എൻഡ് ആകുന്ന എങ്ങനെയാ, ആ പ്രോഗ്രാം തീരുമ്പോഴല്ലേ. എൻഡ് ആകുന്നിടം വരെ ഓരോ ലൈനായിട്ട് ഗെറ്റ് ലൈൻ പ്രൊസീജിയർ വിളിക്കുക. ഓരോ ലൈനായിട്ട് റീഡ് ചെയ്യാനുള്ളതാണ് ഗെറ്റ് ലൈൻ. പ്രോസസ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെ പ്രോസസ്സ് ചെയ്യുക എന്നും പറഞ്ഞു. മനസ്സിലായോ? ആകെ ഇത്രയേ ഉള്ളൂ മെയിൻ പ്രൊസീജിയർ, എൻഡ് വൈൽ എൻഡ്. അത് കഴിഞ്ഞു. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും അറിഞ്ഞിരിക്കാനില്ല. എക്സ്പാൻഡിങ് ഈക്വൽ ടു ഫോൾസ് ആയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഇനി അത് കഴിഞ്ഞ് പ്രോസസ് ലൈൻ എന്ന് പറയുന്ന പ്രൊസീജിയറിനെ കോൾ ചെയ്തു. പ്രൊസീജിയർ എന്താണെന്ന് പറഞ്ഞാൽ പ്രോസസ് ലൈൻ. ഇവിടെ നമ്മൾ ഗെറ്റ് ലൈൻ പറയുന്നുണ്ട്, ഓരോ ലൈനായിട്ട് റീഡ് ചെയ്യാന്ന് മാത്രം ആലോചിച്ചാൽ മതി. പ്രോസസ് ലൈനിൽ എന്താണ്, സെർച്ച് നാം ടാബ് ഫോർ ഓപ്കോഡ്. ഇവിടെ നോക്കിയേ, ഇത് നമ്മളുടെ മെയിൻ പ്രൊസീജിയറിൽ ഇതെന്താണ്, ലേബൽ ഫീൽഡ് ആണ്. ഇതെന്താണ്, ഓപ്കോഡ് ഫീൽഡ് ആണ്. ഈ കാണുന്നത് എന്താണ്, ഓപ്പറാൻഡ് ഫീൽഡ് ആണ്. ഇതില് ഈ ഓപ്കോഡ് ഫീൽഡിലുള്ള സാധനത്തിന് ഞാൻ ഓപ്കോഡ് എന്ന് ആണ് കിട്ടുന്നത്. എനിക്ക് ഈ ഭാഗത്ത് കിട്ടുന്നത് എന്താണ്, ഓപ്കോഡ്. ഈ ഓപ്കോഡ് നാം ടാബിൽ ഉണ്ടോ എന്ന് നോക്കുക. സ്റ്റാർട്ട് എന്ന് പറയുന്നത് നാം ടാബിൽ കാണുമോ? നാം ടാബിൽ എന്താണുള്ളത്, നെയിം ഓഫ് ദ മാക്രോയും 2 പോയിന്റേഴ്സും ആണുള്ളത്. സ്റ്റാർട്ട് നാം ടാബിൽ കാണില്ല. EX1 കാണും നാം ടാബിൽ. എന്തുകൊണ്ടാണ്, ഇതൊരു മാക്രോയുടെ പേരാണ്. എന്തുകൊണ്ടാണ് ഈ EX1 ഓപ്കോഡ് പാർട്ടിൽ വന്നേക്കുന്നത്, ഇതൊരു മാക്രോ ഇൻവോക്കേഷൻ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ മാത്രമേ ആ മാക്രോ നെയിം എന്ന് പറയുന്നത് നാം അല്ലെങ്കിൽ ഈ മാക്രോ നെയിം ഇൻവോക്കേഷൻ സ്റ്റേറ്റ്മെന്റിൽ മാത്രമേ എന്ത് കാണൂ, മാക്രോ നെയിം ഈ പാർട്ടിൽ കാണത്തുള്ളൂ. ഇപ്പം ഈ പാർട്ടിൽ കാണുന്ന മാക്രോ നെയിം ആണെന്ന് എങ്ങനെ അറിയാം, അത് നാം ടാബിൽ ഉണ്ടെങ്കിൽ അറിയാം. അപ്പൊ എന്ത് ചെയ്തു, ഈ ഓപ്കോഡ് പാർട്ടിൽ കാണുന്നത് നാം ടാബിൽ ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. ഉണ്ടെങ്കിൽ അതെന്താണ്, ഇഫ് ഫൗണ്ട്, ഇതൊരു മാക്രോ ഇൻവോക്കേഷൻ ആണ്. ഇൻവോക്കേഷൻ കോൾ ചെയ്ത് എന്ത് സംഭവിക്കണം എന്നാണ് പറയുന്നത്, എക്സ്പാൻഡ് ചെയ്യണം. എക്സ്പാൻഡ് എന്ന പ്രൊസീജിയറിനെ കോൾ ചെയ്യണം. അതല്ല, ഇനി ഓപ്കോഡിന്റെ പാർട്ടിൽ ഒരു മാക്രോ എന്നാണ് കാണുന്നത്. മാക്രോ എന്നാണ് എന്നുണ്ടെങ്കിൽ എന്താണ്, മാക്രോ എന്നാണെങ്കിൽ എന്താണ്, ഇതൊരു മാക്രോ ഡെഫിനിഷൻ ആണ്. മാക്രോ ഡെഫിനിഷൻ ആണെങ്കിൽ എന്ത് ചെയ്യാനാണ് നമ്മൾ പറയാറുള്ളത്, മാക്രോ ഡെഫിനിഷൻ ആണെങ്കിൽ ഡിഫൈൻ ചെയ്യാനുള്ളത് നമ്മൾ തൊട്ട് മുമ്പേ കണ്ട പ്രൊസീജിയർ ആണ്. ഇഫ് ഓപ്കോഡ് ഈക്വൽ ടു മാക്രോ ആണെങ്കിൽ ഡിഫൈൻ എന്ന് പറയുന്ന പ്രൊസീജിയറിനെ വിളിക്കുക. അത് നമ്മൾ ഓൾറെഡി കണ്ട പ്രൊസീജിയർ ആണ്. ഇത് രണ്ടും അല്ല എങ്കിൽ, ഇത് രണ്ടും അല്ല, സ്റ്റാർട്ടും അല്ല, അതല്ല എന്താണ് സ്റ്റാർട്ട് എന്നല്ല, നാം ടാബിലുള്ള ഒരു ഇൻവോക്കേഷനും അല്ല, മാക്രോയും അല്ല, ദെൻ ഇതെന്തായിരിക്കും, മെയിൻ പ്രോഗ്രാമിന്റെ പാർട്ടാണ്. അതിനെ എന്ത് ചെയ്യുക, എക്സ്പാൻഡഡ് ഫയലിലേക്ക് എഴുതുക. ഇത്രയേ ഉള്ളൂ പ്രോസസ് ലൈൻ. ഈ കാണുന്നത് ഒരു മാക്രോ ഇൻവോക്കേഷൻ സ്റ്റേറ്റ്മെന്റ് ആണോ എന്ന് നോക്കുക. എങ്ങനെ അറിയാം, നാം ടാബിൽ ആ ഓപ്കോഡ് പാർട്ടിലുള്ള സാധനം ഉണ്ടോ, ഉണ്ടെങ്കിൽ അതെന്താണ്, മാക്രോ ഇൻവോക്കേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ്പാൻഡ് എന്ന് പറയുന്ന പ്രൊസീജിയർ കോൾ ചെയ്യുക. അതല്ല, ഓപ്കോഡ് പാർട്ടിൽ മാക്രോ ആണ് ഉള്ളത്, അങ്ങനെയാണെങ്കിൽ അതെന്താണ്, അതൊരു മാക്രോ ഡെഫിനിഷൻ ആണ്. ഡിഫൈൻ എന്ന് പറയുന്ന പ്രൊസീജിയർ കോൾ ചെയ്യുക. ഇത് രണ്ടും അല്ലെങ്കിൽ മെയിൻ പ്രോഗ്രാമിന്റെ പാർട്ട് ആയതുകൊണ്ട് അതിനെ എക്സ്പാൻഡഡ് ഫയലിലേക്ക് എഴുതുക. ഇപ്പൊ നമ്മൾ മൊത്തം 3 പ്രൊസീജിയർ കണ്ടു. ഇനി അടുത്ത പ്രൊസീജിയറിലേക്ക് പോകാം. നമ്മൾ കാണാൻ പോകുന്ന പ്രൊസീജിയർ ഗെറ്റ് ലൈൻ എന്ന് പറയുന്ന പ്രൊസീജിയർ. ഗെറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനകത്തിൽ എന്താണ്, എവിടെ നിന്നോ റീഡ് ചെയ്യുക എന്നാണ്. അപ്പൊ എക്സ്പാൻഡിങ് ട്രൂ ആണെങ്കിൽ എന്താണ് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യണം. എക്സ്പാൻഡ് ചെയ്യേണ്ടപ്പം എവിടെ നിന്നാണ് റീഡ് ചെയ്യേണ്ടത്, നമ്മളുടെ ഡെഫ് ടാബിൽ നിന്നാണ് റീഡ് ചെയ്യേണ്ടത്. മനസ്സിലാക്കി വെക്കുക. എക്സ്പാൻഡിങ് ഈക്വൽ ടു ട്രൂ ആണെങ്കിൽ ഡെഫ് ടാബിൽ നിന്ന് റീഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക,
ഇൻപുട്ട് ഫയലിൽ നിന്ന് റീഡ് ചെയ്യുക. എക്സ്പാൻഡിങ് ഫോൾസ് ആകുന്നുള്ള കേസ് നോക്കൂ, റീഡ് നെക്സ്റ്റ് ലൈൻ ഫ്രം ഇൻപുട്ട് ഫയൽ. എക്സ്പാൻഡിങ് ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഗെറ്റ് നെക്സ്റ്റ് ലൈൻ ഓഫ് മാക്രോ ഡെഫിനിഷൻ ഫ്രം ഡെഫ് ടാബ്. ലൈനിനെ എടുത്താൽ മാത്രം മതിയോ? പോരാ, എന്ത് ചെയ്യണം, ആ പൊസിഷണൽ നൊട്ടേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ, അതിന് പകരമുള്ള വാല്യൂസ് ഉണ്ടല്ലോ, ആർഗി ടാബിൽ നിന്നും അതിന് പകരമുള്ള വാല്യൂസിനെ എടുത്ത് അസൈൻ ചെയ്തിട്ട് വേണം, ആർഗ്യുമെന്റ്സിനെ അസൈൻ ചെയ്തിട്ട് വേണം അങ്ങോട്ട് തിരിച്ചു കൊടുക്കാൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ആർഗ്യുമെന്റ്സ് ഫ്രം ആർഗി ടാബ് ഫോർ പൊസിഷണൽ നൊട്ടേഷൻ. ഓരോ ലൈനിനെ ഡെഫ് ടാബിൽ നിന്ന് എടുത്ത് ആർഗ്യുമെന്റ്സിന്റെ ആ ഓരോരോ സ്ഥലത്ത് എന്ത് ചെയ്യുക, ആർഗ്യുമെന്റ്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി അടുത്ത നോക്കൂ, പ്രൊസീജിയർ എക്സ്പാൻഡ്. എക്സ്പാൻഡ് എന്ന് പറയുന്ന പ്രൊസീജിയർ, എക്സ്പാൻഡിങ് ഈക്വൽ ടു ട്രൂ ആകുക. എക്സ്പാൻഡിങ് എപ്പോഴാണ്, മാക്രോയുടെ ഇൻവോക്കേഷൻ ആണെങ്കിലാണ് എക്സ്പാൻഡ് കോൾ ചെയ്യുന്നത്. എക്സ്പാൻഡ് ചെയ്യാൻ പോകുമ്പോൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ എക്സ്പാൻഡിങ് എന്ന് പറയുന്ന വേരിയബിളിനെ ഫോൾസ് ആക്കി വെച്ചിരുന്നു, അതിനെ ട്രൂ ആക്കി കൊടുക്കുക. ഗെറ്റ് ഫസ്റ്റ് ലൈൻ ഓഫ് മാക്രോ ഡെഫിനിഷൻ. ആ മെയിൻ ലെറ്റർ എഴുതുന്ന പ്രോട്ടോടൈപ്പ് ഉണ്ടല്ലോ, അതിനെ ഡെഫ് ടാബിൽ നിന്ന് എടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, മാക്രോ ഇൻവോക്കേഷൻ സ്റ്റേറ്റ്മെന്റുമായിട്ടാണല്ലോ നമ്മൾ വരുന്നത്. എക്സ്പാൻഡിങ് ആദ്യം ട്രൂ ആക്കി കൊടുക്കുക. ഫസ്റ്റ് ലൈൻ ഓഫ് മാക്രോ ഡെഫിനിഷൻ ഫ്രം ഡെഫ് ടാബ് എടുക്കുക. ആ മാക്രോ ഇൻവോക്കേഷൻ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് കിട്ടുന്ന പാരാമീറ്റേഴ്സിനെ എല്ലാം എടുത്ത്, അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സിനെ എല്ലാം എടുത്ത് എന്ത് ചെയ്യുക, ആർഗി ടാബിൽ സെറ്റപ്പ് ചെയ്യുക. ആ ഓർഡറിൽ വന്ന ഓർഡറിൽ ഒന്നാമത്തെ പാരാമീറ്റർ ഒന്നാമത്തെ എൻട്രി, രണ്ടാമത്തെ പാരാമീറ്റർ രണ്ടാമത്തെ എൻട്രി എന്നുള്ള ആ ഓർഡറിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. റൈറ്റ് മാക്രോ ഇൻവോക്കേഷൻ ടു എക്സ്പാൻഡഡ് ഫയൽ ആസ് എ കമന്റ്. നേരത്തെ പറഞ്ഞ ആദ്യമൊക്കെ പ്രോട്ടോടൈപ്പ് എടുത്തല്ലോ, അതിനൊരു കമന്റ് ലൈനായിട്ട് ഒരു ഫസ്റ്റിൽ ഒരു ഡോട്ട് കൊടുത്ത് അതിനെ എഴുതുക എക്സ്പാൻഡഡ് ഫയലിലേക്ക്. വൈൽ നോട്ട് എൻഡ് ഓഫ് മാക്രോ ഡെഫിനിഷൻ ആകുന്നിടം വരെ എന്ത് ചെയ്യുക, ഓരോ ലൈനിനെയും എടുക്കുക. എവിടെ നിന്ന് എടുക്കും, ഇവിടെ വരുമ്പോൾ ഗെറ്റ് ലൈൻ വിളിക്കാൻ പറഞ്ഞു. ഗെറ്റ് ലൈൻ എന്താണ്, ഈ എക്സ്പാൻഡിങ് ട്രൂ ആയതുകൊണ്ട് ഡെഫ് ടാബിൽ നിന്ന് ഓരോ ലൈനിനെ വീതം എടുത്ത് അതിനെ പ്രോസസ്സ് ചെയ്യും. പ്രോസസ്സ് ചെയ്തിട്ട് എന്ത് ചെയ്യും, പ്രോസസ് ലൈനിൽ എന്തായിരുന്നു ചെയ്തത്, നമ്മൾ എന്തായിരുന്നു പ്രോസസ് ലൈനിൽ ചെയ്തത്, അത് എന്തായിരുന്നു, അത് ഇതായിരുന്നു പ്രോസസ് ലൈൻ. പ്രോസസ് ലൈനിൽ എന്താണ് ചെയ്തത്, അതിന്റെ ഇൻവോക്കേഷൻ ആണോ, അല്ല. മാക്രോ ഓപ്കോഡ് ആണോ, അല്ല. ഓപ്കോഡ് ഈക്വൽ ടു മാക്രോ ആണോ, അല്ല. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അതിനെ അതുപോലെ എടുത്ത് എക്സ്പാൻഡഡ് ഫയലിലേക്ക് എഴുതാനായിരുന്നു പറഞ്ഞത്. അങ്ങനെ ഓരോ ലൈനിനെ എടുത്ത് ഗെറ്റ് ലൈൻ പ്രോസസ് ലൈൻ കോൾ ചെയ്ത് എന്ത് ചെയ്യുന്നു, അതിനെ ഓരോ ലൈനിനെ പ്രോസസ് ചെയ്യുന്നു. അതിനുശേഷം എൻഡ് ഓഫ് ദ മാക്രോ ഡെഫിനിഷൻ ആയി കഴിഞ്ഞാൽ ഒരു മാക്രോയെ ഇൻവോക്ക് ചെയ്യാൻ പറഞ്ഞു, ഇൻവോക്ക് ചെയ്തു, എക്സ്പാൻഡ് ചെയ്തു, എഴുതി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക, എക്സ്പാൻഡിങ് എന്താക്കി കൊടുക്കുക, ഫോൾസ് ആക്കി കൊടുക്കുക. ഇത്രയാണ് മാക്രോയുടെ അൽഗോരിതംസ്. ആദ്യം മെയിൻ എന്ന ഇതിൽ നിന്നുകൊണ്ട് ഗെറ്റ് എൻഡ് ആകുന്നിടം വരെ ഓരോ പ്രൊസീജിയറും എൻഡ് ആകുന്നിടം വരെ എന്ത് ചെയ്യാനാ പറഞ്ഞത്, ഗെറ്റ് ലൈൻ പ്രോസസ് ലൈൻ. ഓരോ ലൈനിനെ വീതം എടുക്കുക, അതിനെ പ്രോസസ്സ് ചെയ്യുക. അങ്ങനെയുള്ളപ്പം ആദ്യം എന്താണ് പ്രോസസ് ലൈൻ എന്ന് നോക്കി. പ്രോസസ് ലൈനിൽ എന്താണ്, ആദ്യം അതൊരു മാക്രോ ഇൻവോക്കേഷൻ ആണോ നോക്കുക, ആണെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുക. അതല്ല മാക്രോ ഡെഫിനിഷൻ ആണെങ്കിൽ ഡിഫൈൻ ചെയ്യുക. ഇത് രണ്ടും അല്ലെങ്കിൽ ആ ലൈനിനെ എടുത്ത് എന്ത് ചെയ്യുക, എക്സ്പാൻഡഡ് ഫയലിലേക്ക് എഴുതുക. ഇനി ഡിഫൈൻ, അതെന്തായിരുന്നു, ഡിഫൈൻ എന്ന് പറഞ്ഞത് എന്തായിരുന്നു, ഡിഫൈൻ ചെയ്യുമ്പോൾ ആദ്യം നെയിം എടുത്ത് നാം ടാബിലേക്ക് വെക്കുന്നു. ആർഗ്യുമെന്റ്സിനെ എല്ലാം ഫസ്റ്റ് ആ പ്രോട്ടോടൈപ്പ് എടുത്ത് ഡെഫ് ടാബിലേക്ക് വെക്കുന്നു. അതിനുശേഷം ലെവൽ എന്ന് പറയുന്ന ഒരു വേരിയബിൾ സെറ്റ് ചെയ്തതിന് ശേഷം ഓരോ ലൈനിനെയും ഗെറ്റ് ലൈൻ വിളിച്ച് ഓരോ ലൈനിനെ എടുത്ത് അതിലെ പൊസിഷണൽ നൊട്ടേഷൻസ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ഓരോന്നിനെ എടുത്ത് എന്ത് ചെയ്യും, ഡെഫ് ടാബിലേക്ക് ഇടും. ഈ ഇടുന്ന സമയത്ത് അവിടെ കാണുന്ന ഓപ്കോഡ് മാക്രോ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു മാക്രോയിൽ വീണ്ടും ഒരു മാക്രോയെ ഡിഫൈൻ ചെയ്തേക്കാണെന്ന് മനസ്സിലായി. അപ്പൊ ലെവൽ എന്ത് ചെയ്യുക, വീണ്ടും ഒന്ന് കൂടുതലാക്കുക. എപ്പോഴെങ്കിലും ആ ഓപ്കോഡിന്റെ പാർട്ടിൽ എൻഡ് ആണ് വരുന്നതെങ്കിൽ ഒരു മാക്രോ ഡെഫിനിഷൻ എൻഡ് ആയതാണെന്ന് മനസ്സിലായി. അപ്പൊ എന്ത് ചെയ്യുക, അപ്പം നമ്മൾ ലെവൽ ഒന്ന് കുറയ്ക്കുക. അങ്ങനെ ലെവൽ >0 ആകുന്നിടം വരെയാണ് ഡിഫൈൻ വർക്ക് ചെയ്യുന്നത്. ഏറ്റവും അവസാനം ഡിഫൈൻ എല്ലാവരെയും ഡെഫ് ടാബിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക, പിന്നെ നമ്മൾ ആ പോയിന്റേഴ്സ് ബിഗിനിങ്ങിലേക്കും എൻഡിലേക്കും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞപ്പം എന്ത് കഴിഞ്ഞു, ഡിഫൈൻ കഴിഞ്ഞു, മനസ്സിലാക്കി പഠിക്കേണ്ടതാണ്. നെക്സ്റ്റ് പറയുന്നത് എക്സ്പാൻഡ് ആയിരുന്നു. എക്സ്പാൻഡ് ആണെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ആദ്യം എക്സ്പാൻഡിങ് ട്രൂ ആക്കി കൊടുക്കുക. ആദ്യം ഡെഫ് ടാബിൽ നിന്ന് ഫസ്റ്റ് ലൈൻ എടുക്കുക. ഇൻവോക്കേഷന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ ആർഗ്യുമെന്റ്സിനെ എല്ലാം ആർഗി ടാബിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യുക,
മാക്രോ ഡെഫിനിഷൻ തീരുന്നിടം വരെ എന്ത് ചെയ്യുക, ഓരോ ലൈനിനെയും ഗെറ്റ് ചെയ്യുക. ഗെറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ഗെറ്റ് ലൈൻ എവിടെ നിന്നായിരിക്കും, ഡെഫ് ടാബിൽ നിന്നായിരിക്കും എടുക്കുക. അതിന് ആർഗ്യു ടാബിൽ നിന്ന് പൊസിഷണൽ നൊട്ടേഷൻസിനെ എല്ലാം ആർഗ്യുമെന്റ്സ് വഴി റീപ്ലേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി എക്സ്പാൻഡ് ചെയ്യുകയല്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഇൻപുട്ട് ഫയലിൽ നിന്ന് തന്നെ ആയിരിക്കും റീഡ് ചെയ്യുക. അങ്ങനെ ഓരോ ലൈനിനെ എടുത്ത് അതിനെ പ്രോസസ്സ് ചെയ്ത് എല്ലാം എൻഡ് ഓഫ് ദ മാക്രോ ഡെഫിനിഷൻ ആകുന്നിടം വരെ ചെയ്ത് കഴിയുമ്പോൾ എല്ലാം മാക്രോയെ എക്സ്പാൻഡ് ചെയ്തു എന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, എക്സ്പാൻഡിങ് ഈക്വൽ ടു ഫോൾസ് ആക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ എന്തെന്ന് പറയുന്നത് മാക്രോ പ്രോസസ്സർ അൽഗോരിതം. താങ്ക് യു.